ഹലോ വെൽക്കം ബാക്ക്. അറ്റ് ലാസ്റ്റ് ലോങ് വെയിറ്റ് ഈസ് ഓവർ. അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ സഞ്ജു സാംസൺ സ്ക്വാഡിൽ എത്തിയിരിക്കുകയാണ്. ഇതിലും വലിയ ഹാപ്പിനെസ് ഇനി കിട്ടാനില്ലെന്നാണ് പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം സഞ്ജു സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ആൻഡ് പുള്ളിയുടെ IPL പെർഫോമൻസ് ഉറപ്പായിട്ടും ഇതിന് വഴി തെളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആ സ്ക്വാഡിലേക്ക് നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, യുസി ചഹൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ ആൻഡ് മുഹമ്മദ് സിറാജ്. ബാക്കപ്പ് പ്ലേയേഴ്സ് ആയിട്ട് ശുഭ്മാൻ ഗില്ല് റിസർവ് പ്ലേയേഴ്സ് ആയിട്ടാണ്. റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ. എന്തായാലും ഞാൻ റിങ്കു സിംഗ് സ്ക്വാഡിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടായിരിക്കും അവിടെ സഞ്ജു സാംസനെ പ്രതീക്ഷിക്കുക. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു ലെവനിൽ എന്ന് പറയുന്നത് ഋഷഭ് പന്ത് തന്നെ ആയിരിക്കും. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്തായാലും ചഹലും ആ ഒരു സ്ക്വാഡിലേക്ക് മേക്ക് ചെയ്തിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ സന്തോഷം വേറെ കിട്ടാനില്ല. അയ്യോ, വേറൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ KL രാഹുൽ പുറത്തായിരിക്കുകയാണ് ആ ഒരു സ്ക്വാഡിൽ നിന്നും. റിസർവ് പ്ലേയേഴ്സ് ആയിട്ടാണ് ഗില്ലും അതോടൊപ്പം തന്നെ റിങ്കു സിംഗും ഖലീൽ അഹമ്മദും ആവേശ് ഖാനും ആടായിരിക്കുന്നത്. മുഹമ്മദ് സിറാജിൻ്റെ IPL പെർഫോമൻസ് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാവുന്നതാണ്. ഇത്തവണത്തെ IPL പിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെതായ പ്രശ്നങ്ങളായിരിക്കണം അദ്ദേഹം നേരിടുന്നതെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. T20 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കുന്നു. എനിക്കിപ്പോൾ മറ്റേ ജേഴ്സി സിനിമയിൽ മറ്റേ നാനി പോയിട്ട് ട്രെയിനിൻ്റെ സൈഡിൽ പോയിട്ട് ഒരു അലർച്ചറില്ലേ, ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥാനം അദ്ദേഹം ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സഞ്ജു സാംസൺ ഉണ്ടാവുമോ എന്നുള്ളത്. അതിനിടയ്ക്ക് ഇന്നലെ റൂമറുകൾ കേട്ടിരുന്ന ഫസ്റ്റ് ചോയ്സ് ആണ്, അതിനുശേഷം സെക്കൻഡ് ചോയ്സ് ആണ്, അതിനുശേഷം സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു. KL രാഹുൽ ഉണ്ടെങ്കിൽ വരിക, ജിതേഷ് ശർമ്മയുടെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ IPL പെർഫോമൻസ് അദ്ദേഹം സ്ക്വാഡിലേക്ക് വരാൻ വലിയൊരു കാരണമായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് അറിയപ്പെടുക. ഞാൻ ഈ എക്സൈറ്റ്മെൻറ്റ് പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തിച്ച്. ബൈ ബൈ.